ഇതാണ് വീട്. പിന്നെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. എപ്പോഴും ഇങ്ങനെ പറയണ്ട. ഒരച്ഛനും ഒരു മോളും അവർ UK-യിലായിരുന്നു. ഇനി മോളുടെ കല്യാണം നടത്തി ഇവിടെ സെറ്റിൽ ആവാൻ വേണ്ടി വന്നേക്കുക. അതിന് മോക്ക് നല്ല നാടൻ വൈബുള്ള ഒരു പയ്യൻ വേണം. ഇത്രയല്ലേ ഉള്ളൂ. പിന്നെ പൂത്ത കാശ ഈ ഒരു കല്യാണം നീ നടത്തി കൊടുത്താൽ ഇവിടുന്ന് 10 കല്യാണം നടത്തി കിട്ടുന്നതിന്റെ കാശിക്ക് ഒറ്റ ഒന്ന് കിട്ടും. നമസ്കാരം. ബ്രോക്കർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി കുറച്ചുകൂടെ പ്രായമുള്ള ആളായിരിക്കും. ഇതല്ലാതെ വേറെ ജോലിയുണ്ടോ? വേറെ ജോലിയൊന്നുമില്ല, പക്ഷെ ഉടനെ ജോലി കിട്ടും. ഞാൻ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നുണ്ട്. മോളുടെ കല്യാണം നടത്തിയിട്ടേ കോഴ്സിന് പോകാവേ. അതത്രേ ഉള്ളൂ. ദേ ഇത് നിറച്ച് മോക്ക് പറ്റിയ നല്ല തനി നാടൻ വൈബുള്ള ചെറുക്കന്മാരാ. മോളിത് കണ്ടാണ്ടല്ലോ അന്തം വിട്ട് താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കും. ഇതിലേതാ ഏറ്റവും ഇഷ്ടപ്പെട്ടെ? ബ്രോക്കറാണോ സജസ്റ്റ് ചെയ്തേ? അയ്യോ സോറി, ഞാൻ അറിയാതെ വിളിച്ചതാ. അതിനെന്താ വിളിച്ചോ? അല്ല, ചിലർക്ക് അങ്ങനെ വിളിക്കുന്ന ഇഷ്ടാവില്ലല്ലോ, അതാ. എനിക്ക് അങ്ങനൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം ഇതെന്റെ പ്രൊഫഷനാണ്. 2 ചെറുപ്പം തൊട്ട് എനിക്ക് ഈ വിളി കേട്ട് നല്ല എക്സ്പീരിയൻസാണ്. ചെറുപ്പം തൊട്ടെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനൊരു ബ്രോക്കറായിരുന്നു. അതുകൊണ്ട് കുട്ടിക്കാലം തൊട്ട് പിള്ളേരെല്ലാം ഈ മാമ ബ്രോക്കർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ആദ്യമൊക്കെ വിഷമം തോന്നുമായിരുന്നു. പിന്നെ പിന്നെ 10ാം ക്ലാസ് വെച്ച് ഞങ്ങളുടെ ക്ലാസ്സിലൊരു പഠിപ്പി വന്നു. ഒരു ദിവസം ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അവൾ എന്നോട് ഒറ്റ കാര്യം പറഞ്ഞോളൂ. 2 പേരെ ഒന്നിപ്പിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. അതിന് നിയോഗിക്കപ്പെട്ടവർ ദൈവതുല്യരാണെന്ന്. അതിനുശേഷമാണ് ഞാൻ ഈ പ്രൊഫഷൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഞാൻ എന്തായാലും മാഡത്തിന് ഇതെല്ലാം വാട്സപ്പ് ചെയ്യാം. മാഡത്തിൻ്റെ പേര്? ആതിര. ആതിര അംബുജാക്ഷൻ. ആതിര അംബുജാക്ഷൻ. പിന്നെ 10ാം ക്ലാസ് വെച്ച് ഞങ്ങളുടെ ക്ലാസ്സിലൊരു പഠിപ്പി വന്നു. അതിനുശേഷമാണ് ഞാൻ ഈ പ്രൊഫഷൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. കണ്ണോരം നീയേ എൻ കനവാകെ നീയേ നിറമേഴും മണിയുന്ന മഴവില്ലേ നീയേ നെഞ്ചോരം നീയേ എൻ മനസ്സാകെ നീയേ പൂന്തിങ്കൾ തെളിയുന്ന രാവോരം നീയേ നീ എന്നിൽ ചേരുന്നല്ലോ ഇനി എന്നും നീ നെഞ്ചിൽ കൂടുന്നല്ലോ. നീ ഇപ്പോഴും കരുതുന്ന അവക്ക് നിന്നോട് പ്രേമാണെന്നാണോ? അതെ. എടാ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ലവ് ആണെന്ന് കരുതി ഇപ്പം അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടോ? ഉണ്ട്. വിനീതേട്ടൻ പറയുന്ന പോലെ അത് അവളുടെ കണ്ണ് കണ്ടറിയാം. എടാ അവൾക്ക് നിന്നോട് ഇഷ്ടമുണ്ടെന്നിരിക്കട്ടെ, പക്ഷെ ഇപ്പം നീ അവളെ ഇഷ്ടപ്പെട്ട അത് അവളോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും. അതെന്താടാ അങ്ങനെ? എടാ അവൾ എവിടെ നിൽക്കുന്നു, നീ എവിടെ നിൽക്കുന്നു? മഹാറാണിയെ പോലെ വലിയ വീട്ടിൽ വളർന്ന കൊച്ചാ. അവൾ ഇപ്പം അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു ഫെസിലിറ്റി നിനക്ക് കൊടുക്കാൻ പറ്റുമോ? നിന്നോടുള്ള സ്നേഹം കൊണ്ട് അവൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നിരിക്കും. പക്ഷെ അത് ശരിയാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കി. ആലോചിക്കാനൊന്നുമില്ല. നീ പറഞ്ഞത് 200% ശരിയാ. ഞാൻ അത് ഓർത്തില്ല. ഞാൻ ഇപ്പോൾ വരാം. ഹലോ. ഞാൻ അന്ന് കാണിച്ചതില്ലേ രാകേഷ് ഇല്ലേ, പുള്ളി അതിലായിട്ടൊരു മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഓക്കെ ആവുകയാണെങ്കിൽ ഫാമിലിയായിട്ട് സംസാരിച്ച് വീട്ടിലേക്ക് വരുന്ന രീതിയിൽ. താനെന്നെ കെട്ടിക്കാൻ പോവാണോ? അതല്ലേ എൻ്റെ ജോലി. എനിക്ക് നല്ല നാടൻ വൈബിളൊരു ചെറുക്കനെ വേണ്ടുന്നേ. തനിക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് നോക്കിയാലോ? ഓക്കെ അല്ല? സീരിയസ്ലി? എന്തേ? എടോ 10ാം ക്ലാസ്സിലെ അവസ്ഥയല്ലല്ലോ ഇപ്പോൾ. താൻ എവിടെ നിൽക്കുന്നു, ഞാൻ എവിടെ നിൽക്കുന്നു. ആവശ്യത്തിൽ കൂടുതൽ പ്രാരാബ്ദവും പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്. ഒന്ന് സെറ്റിലായിട്ട് പോലും ഇല്ല. തൻ്റെ കല്യാണം നടത്തിയാൽ കുറച്ച് കാശ് എനിക്ക് കിട്ടും. അതുകൊണ്ട് എൻ്റെ കുറേ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റും. പൈസയാണ് പ്രശ്നമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ ആരെങ്കിലും വെറുതെ സഹായിച്ച് രക്ഷപ്പെടാനാണെങ്കിൽ എനിക്ക് വേറെ സുഹൃത്തുക്കളുണ്ടായിരുന്നല്ലോ. ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടെങ്കിൽ താൻ ഈ മീറ്റിങ്ങിന് സമ്മതിക്കണം പ്ലീസ്. ഈ പുറത്തൊക്കെ പോയി ജീവിച്ചിട്ട് ഇവിടുത്തെ രീതികളൊക്കെ ഓക്കെ ആണോ? ഓക്കെയാണ്. എനിക്ക് ആക്ച്വലി കേരളം വിട്ട് പുറത്തോട്ട് പോകാൻ ഒരു താല്പര്യമില്ല. ഒത്തിരി ഓഫീസൊക്കെ വരുന്നുണ്ട്. എന്തു പറ്റി?
ഒരു താല്പര്യമില്ലാത്തവന് ഏയ് ഒന്നുമില്ല. അതല്ലല്ലോ. താൻ ഓക്കെ ആണോ? ഈ കല്യാണം നടന്നിട്ട് വേണം എൻ്റെ വീടൊന്ന് മാറ്റി വാർക്കാൻ. അപ്പോൾ നിനക്ക് വീട് വേണ്ടേ? അങ്ങനെയല്ല പറഞ്ഞത്, വീട് ഓടുക്കണം. എല്ലാം ഓക്കെ അല്ലേ? അത് അപ്പോൾ ഫാമിലിയോട് പറഞ്ഞ് കല്യാണക്കാര്യം അങ്ങ് മൂവ് ചെയ്യാലോ. അത് വേണ്ട. അയ്യോ എന്ത് പറ്റി? കൊച്ചിനെ ഇഷ്ടപ്പെട്ടില്ലയോ? അതല്ല ശ്രീകുട്ട, ഈ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഒക്കെ വരുമ്പോഴാണ് ഒരേ സ്റ്റാറ്റസ് ഉള്ള രണ്ടുപേരൊക്കെ ചേരുന്നത്. ലൈഫ് പാർട്ട്ണർഷിപ്പിൽ അതൊക്കെ വേണോ? താൻ എന്തോ അയാളോട് പറഞ്ഞേ? ഉള്ള കാര്യം തന്നെ പറഞ്ഞത്. എടോ 10ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച പൊന്നുംപടത്തിൽ ശ്രീകുട്ടൻ എന്ന് പറയുന്ന ഒരാളെ തപ്പി പിടിച്ചൊന്നുമല്ലോ താൻ UK എന്ന് വന്നത്. യാദൃശ്യമായിട്ട് കണ്ടപ്പോൾ പഴയൊരു ഇഷ്ടം തോന്നി. ആ ഇഷ്ടം വേണ്ടാന്ന് വെക്കാനുള്ള കാരണവും ഞാൻ പറഞ്ഞു. തനിക്ക് ആ തീരുമാനത്തെ റെസ്പെക്ട് ചെയ്യണമെന്ന് തോന്നിയില്ല? ഇതിപ്പോ ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് താൻ നോ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്താലോ? ഒരു കാര്യം ചെയ്യും, ഞാൻ ഇനി തനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നത് നിർത്തി. താൻ വേറെ ആരെയും വെച്ച് നോക്കിക്കും. ശ്രീകുട്ട, താൻ പറഞ്ഞു ശരിയാ. തന്റെ തീരുമാനത്തെ ഞാൻ റെസ്പെക്ട് ചെയ്തില്ല. ഈ പയ്യനോട് വരാൻ പറഞ്ഞോ, എനിക്കിഷ്ടപ്പെട്ടു. ഇത് തന്നുള്ള ദേഷ്യത്തിന് പറയുന്നതാണോ? അല്ല, ഞങ്ങൾ ഓരോ പ്രൊഫഷണല്ലേ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അച്ഛനോട് ആലോചിച്ചിട്ട് ഒരു ദിവസം വീട്ടിലോട്ട് വരാൻ പറഞ്ഞാൽ മതി. ഞാനിതാ ഞായറാഴ്ച അവരോട് വരാൻ പറയാം. ഉം. എല്ലാം ഓക്കെ ആണെങ്കിൽ ജാതകം നോക്കി പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സെറ്റ് ചെയ്യരുതോ? ഉം. എന്നാൽ ഞാൻ ഞായറാഴ്ച അവരോട് വരാം. ശ്രീകുട്ടൻ ഏതോ ഒരു കോഴ്സിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ആ CAP UK കോഴ്സ്, നമ്മുടെ ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിൽ. അവിടെ എങ്ങനെ റിസൾട്ടൊക്കെ ഉണ്ടോ? പിന്നെ അപ്പോൾ അവിടെ പോയാൽ ലൈഫ് സെറ്റിലാ. പിന്നില്ലാതെ. എന്നിട്ടാണോ സെറ്റിലായില്ലെന്നൊക്കെ പറഞ്ഞ് അവളോട് നോ പറഞ്ഞത്? ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ഓക്കെ. താൻ അവളോട് ചോദിച്ചില്ലേ തനിക്കിഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവളാണ് നോ പറഞ്ഞിരുന്നെങ്കിലെന്ന്? തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. താനായിരുന്നു അവളുടെ സ്ഥാനത്തെങ്കിൽ പ്രാരാബ്ദവും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞ് ഒരു പെൺകുട്ടി എത്ര നോ പറഞ്ഞാലും താൻ അവളെ വിട്ടുകൊടുക്കുമായിരുന്നു? ഈ പയ്യനോട് വരാൻ പറഞ്ഞോ, എനിക്കിഷ്ടപ്പെട്ടു. താനായിരുന്നു അവളുടെ സ്ഥാനത്തെങ്കിൽ പ്രാരാബ്ദവും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞ് ഒരു പെൺകുട്ടി എത്ര നോ പറഞ്ഞാലും താൻ അവളെ വിട്ടുകൊടുക്കുമായിരുന്നു? ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും കൂട്ടി ഞായറാഴ്ച ഇങ്ങോട്ട് വരട്ടെ? വേണ്ട, എനിക്ക് ആ ചെറുക്കനെ തന്നെ മതി. അയ്യോ പിണങ്ങല്ലേ. ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. തൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ തിരിച്ച് തൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ ചങ്ക് കത്തിപ്പോയി. പ്ലീസ് ഒന്ന് ഓക്കെ ആവും. ഓക്കെ ആവാം, പക്ഷെ പണിഷ്മെന്റ് ഉണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്യാം, പറ. എനിക്കൊരു ഹഗ് വേണം. ഹഗ് മാത്രം മതിയോ, അതോ എനി അഡീഷണൽ ഫീച്ചേഴ്സ് ലൈക്ക് ഫ്രഞ്ച് കിസ്, സ്പാനിഷ് കിസ്, സംതിങ് ലൈക്ക് ദാറ്റ്? പോടാ,